ഇവിടുന്ന് പോണേ കാണില്ലല്ലോ. ഓ സന്തോഷം. ഈ ആണാണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ ആ പറയണൊന്ന് ചെയ്ത് കാണിക്കും. അല്ലെങ്കിലും അന്നോട് വർത്താനം പറഞ്ഞിട്ടേ നമ്മൾ ആരോഗ്യങ്ങളെ നമുക്ക് സൗകര്യമില്ല. പോകുന്ന പറ്റിക്കുന്നല്ലാണ്ട് ഒന്ന് പോയി കിട്ടിയാൽ മതി. വല്ലപ്പോയെങ്കിലും സുഖസമാധാനം എന്താണ് നമ്മളൊന്നും അറിയണ്ടേ. എന്തിപ്പച്ചി രാവിലത്തെ കച്ചറായിട്ട് പതിവായിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഓർക്കും കളഞ്ഞ് കഷ്ടടുപ്പച്ചി. എന്ത് ചെയ്യാനാ മോളെ, ആഗ്രഹമില്ലാണ്ടല്ല. അന്റെ ഉമ്മാന്റെ ബടക്ക് സ്വഭാവമാണ് ഈനൊക്കെ കാരണം. ഉമ്മച്ചിനോട് ചോദിച്ചപ്പോ ഉമ്മച്ചി തന്നെയാ മറുപടി പറഞ്ഞേ. ഓ അപ്പൊ ഒക്കെ കാര്യങ്ങൾ അറിയാല്ലേ. എന്ത് ഉപ്പച്ചിന്റെ ബടക്ക് സ്വഭാവം കാരണം കച്ചറുണ്ടാകുന്ന ഉമ്മച്ചി പറയുന്നേ. നമ്മളൊരു പാവന്നൊക്കെ അറിയില്ലെന്ന് ചെയ്യാം. ചൊറിയുന്ന വർത്താനം പറയുമ്പോ നമുക്ക് ഭ്രാന്ത് പിടിക്കൂ. കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മടുക്കും. എല്ലാത്തിനും ഇപ്പൊ അരിക്കില്ലേ മോളെ. ഈ ചെന്നൈന്റെ നെല്ലിപ്പലകാണ് കേട്ടിട്ടുണ്ട്. ആ പലകന്റെ അടിയിലുള്ള ഒരുപാട് പലക കണ്ടോളാണ്. ഈ 20 കൊല്ലവും ഓളെ സഹിച്ചും കൊടുത്തും നിന്നേ നമുക്ക് സമാധാനത്തിനുള്ള ഓസ്കാർ അവാർഡ്. സോറി മാറിപ്പോയില്ല. നോവലെങ്കിൽ നോവൽ. ഉമ്മാന് നോബൽ സമ്മാനം കിട്ടാൻ അർഹതയുള്ള ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇവിടെ. ഓരൊക്കെ സങ്കടം ആര് കാണാന്. നമ്മക്കറിയില്ല ആ കിടക്കുന്ന കാര്യം. വന്നു ഓള് ഉമ്മേന്റെ അതേ റൂട്ടിലേക്കാ പോകുന്നത്. നമ്മളെ വീട്ടിൽ പോയാല് നമ്മളെ ചുറ്റൊരു പാഠം പഠിക്കും. നമ്മളൊന്നില്ല ഒരുപാട് പാഠം പഠിപ്പിക്കും. ഞാനിവിടുന്ന് പോയാല് ചക്കസം പഠിക്കണം. ഈ പാത്തുന്നോടാ പണി. 20 കൊല്ലം നമ്മൾ സഹിച്ചു സേവിച്ചു ഒരാട്ടിമേറ്റമായി ഇവിടെ കഴിഞ്ഞ് എനിക്കിനി പറ്റൂല. നമ്മൾ പോകായി നമ്മളെ പൊരയിലേക്ക് പെടലിന് നമ്മൾ ആർക്കും ഒരു വെല്ലുമില്ലാത്ത നക്കിനി ചെന്നാലേ പൊരക്കാരൻ നമ്മളെ പൊന്നുപോലെ നോക്കൂ. Known as the cultural capital of Kerala, witnessed a lifestyle revolution with the launch of Choba City in 2007, being Kerala's first integrated. പിണങ്ങി പോവാന്ന് പറഞ്ഞാല് കഷ്ടാണ് ഉമ്മച്ചി. അല്ല ഇപ്പൊ പണി പോക്ക്. ആ മൂസക്കൈന്റെ ചൊറിയുന്ന വർത്താനം കേട്ടാലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അതിന്റെ കാരണം ഉമ്മച്ചിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂടെ. നമ്മളൊക്കെ എത്ര ചെയ്തത്. ഈ ഷെമിന്റെ നെല്ലിപ്പുസ്ക കണ്ടുകൊടു. ഞാനില്ല എന്നാലും വരെ കണ്ടോടാണ് ഈ പാത്തു. ഉമ്മച്ചി പറയണേ നെല്ലിപ്പണിയെ കഴിഞ്ഞ ഏതൊക്കെയോ വേറെ പലരും കണ്ടു. എന്നാൽ അങ്ങനെ ഒരു പലരുടെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അത് ശരിക്കും പോകാൻ തീരുമാനിച്ചു ഉമ്മച്ചി. തീരുമാനിച്ച് ഈ തീരുമാനം മാറ്റിയാൽ നമുക്ക് ഭ്രാന്ത് പിടിച്ച് പുറത്ത് ചുറ്റി ഓടും. നമുക്ക് മടുത്ത് പോലെ. അല്ല പോയാൽ തിരിച്ചു വരും. അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. തീരുമാനം എന്താന്ന് വെച്ചാല് മൂസക്കായി നെക്കിനിയിൽ വന്നി കോലെ പിടിക്കണം. എന്നാലേ നമ്മൾ കൊണ്ട് വരും. അത് ഞാൻ തീരുമാനിച്ച. അപ്പൊ എന്റെ റിസോർട്ടിലേക്ക് കാര്യം ഉമ്മച്ചി നോക്കുമ്പോ വിഷമല്ലേ. ഞങ്ങൾ അത് നോക്കും. ഞങ്ങൾക്ക് അത് ഭക്ഷണം തരും. നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ വിഷമൊക്കെ ഉണ്ട്. അത് മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യും? ഐ ആം ഹെൽപ്ലെസ്. നിങ്ങൾക്ക് രോഗമില്ല. ഈ മരം ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ജനിച്ചാൽ ഇങ്ങനത്തെ അനുഭവിക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലോ അത് കൊള്ളാം. നിങ്ങൾ രണ്ടാളും കൂടി വളർന്നുണ്ടാക്കി കളിക്കുന്നതിന് അനുഭവിക്കുന്നത് ഞങ്ങളാണല്ലോ. ഇതൊക്കെ എന്റെ ഉപ്പ എമ്മയ്ക്ക് മൂസ വരുത്തി വെച്ചതാ. ഈ മൂപ്പരോട് പോയി ചോദിക്കി കൊലയിൽ കുത്തിച്ചിട്ടതാ. റസിയായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കാനുള്ള സമയമില്ല. ഇപ്പൊ തന്നെ അലങ്കാരം പോയി. ഇനി തവക്കലോ പ്ലേസോ കിട്ടുന്ന നമ്മൾ നെറ്റിക്ക് പോണെങ്കിൽ ഇങ്ങനെ കാര്യം നമ്മൾ പഠിച്ചോലെ ഏൽപ്പിച്ചിട്ട് സ്വന്തം ഉമ്മച്ചി ഉമ്മച്ചി നോക്കാത്തവരാണ് നീ പഠിച്ച നോക്കാൻ പോകുന്നത്. റസിയ ഈ യാത്ര അനിവാര്യാണ്. നമുക്ക് പോയേ പറ്റൂ. എന്നാലേ മൂസക്കായി എമ്മയ്ക്ക് മൂസ പഠിക്കൂ. റസിയ
ഇഞ്ച മോളെ കൊണ്ട് ചോദിക്കാം ഒരു 10 രൂപ വായ്പ ഉമ്മച്ചിക്ക് എനിക്ക് ബസ്സിൽ ടിക്കറ്റ് എടുക്കാനോ? അയ്യോ ഇന്നില്ല പൈസ ഒന്നും ഉപ്പച്ചി അവിടെ ഇരിക്കുന്നു ഉപ്പച്ചിനോട് ചോദിച്ചു. എന്റെ അട്ടി ചോദിക്കാൻ എന്റെ ഉമ്മനോട് പൈസ ഇതിന് പേര് നമുക്കല്ലേ കണ്ടക്ടർ പ്രവീഷിനോട് കപ്പറിയുന്ന വല്ലാത്തൊരു മക്കളില്ലേ. മിസ്റ്റർ എമേറ്റി മൂസ, ഞാൻ പോവാണ്. നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര. നിങ്ങൾ വെളുക്കട്ട് നനഞ്ഞിക്കുന്ന നമ്മൾ കാണണം. തിരുമ്പുക, തിന്നാനുണ്ടാക്കുക, പാത്രം കഴുകുക, ഒരേ വൃത്തിയാക്കുക. ഇതൊന്നും അത്ര നിസ്സാരല്ല, നിങ്ങൾ മനസ്സിലാക്കണം. പേടിപ്പിക്കാതെ പോടി പാത്തു ഈ പോയ നമുക്കില്ല. പിന്നെ ചെയ്ത തെറ്റാണെന്ന് തോന്നിയാലും കുറ്റബോധം വന്നാലും ഞാൻ നെറ്റിയിട്ടുണ്ടാവും. നിന്റെ സ്വന്തം പുരയിൽ ചാത്രായി ആടെ വന്ന് നിന്റെ കാലി പിടിച്ച് മാപ്പ് പറഞ്ഞാ ഞാൻ വേഗം എന്റെ പട്ടി വരും. പറ്റി വന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്നെ വരണോ? ചേനക്കാട് അറിയപ്പോ ഓടി പോട്ടെ. നമ്മൾ പോകാണ്. ആണിപ്പോ ഈ കെട്ടി വന്നത് ഈ ഇരിക്കുന്ന എമ്മേറ്റി മൂസ കാരണം. ഗുഡ് ബൈ റസിയ. സോറി ബേഡ് ബൈ. പോവാനും പാപ്പച്ചിയെ ഓടെ പോട്ടെ മോളെ. ഈ ബിരിയാണി ഉമ്മച്ചി ഇല്ലാത്ത വീട്ടിൽ നിന്നാല് ഞാൻ പട്ടിണി എടുത്ത് ചാവും. മാത്രല്ല തുണി അലക്കുക, മുറ്റടിക്കുക എന്നിങ്ങനെ തുടങ്ങിയ കനത്ത പണികളുടെ ചുമലാവും. ഞാൻ ഉമ്മച്ചിന്റെ അരുമയായിട്ട് എരുമയല്ല അരുമ. സോ ഞാൻ ഉമ്മച്ചിന്റെ കൂടെ നരിക്കുനിലേക്ക് വരികയാണ്. നന്നായി. റസിയ ഈ വരുന്നുണ്ടോ? ഞാനില്ല ഉപ്പച്ചിനെ നടിച്ചേക്ക് ഞാനില്ല ഉമ്മച്ചി വിളിക്കും. മോൻ പോയാൽ എനിക്ക് മോളിന്റെ എടുക്കും. ശരി, ഞാൻ ഒറ്റക്കല്ല, നിങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ അധികം ഡയലോഗ് അടിക്കേണ്ട വാ, നമുക്ക് നരിക്കുനിലേക്ക് പോവാ. വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഇവിടുന്ന് പുറപ്പെട്ട് വല്ല ബിരിയാണി ഒരു ചെറുക്കി ഉണ്ടാക്കി വെക്കും. നമുക്ക് പോകാം. വാ. നടന്നോടി മാഞ്ഞാറായാലും ഗുഡ് ബൈ. മോള് വിസ്മിക്കണം. ഓട് വിചാരി ഓട് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പട്ടിണി നടക്കുന്നു. ഈ ധൈര്യമായിട്ട് ഉച്ചക്ക് ഉപ്പ എനിക്ക് ബിരിയാണി പാർസൽ